ഹലോ ഇന്ന് നമ്മളൊരു അടിപൊളി ബാക്ക് വർക്കൗട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ അതിന്റെ മുന്നേ നമുക്ക് പ്രീ വർക്കൗട്ട് കാണുന്നുണ്ട്. ഇത് നമ്മൾ ഡൈനാമൈറ്റും പ്രീ വർക്കൗട്ടിനാണ്. അപ്പൊ ഒരു പാക്കേജിംഗ് മാറ്റിയാൽ പുതിയ ലുക്ക് തോന്നുന്നു. അപ്പൊ ടേസ്റ്റിന് നല്ല വ്യത്യാസം നമുക്ക് കുടിച്ചു നോക്കിയപ്പോൾ ടേസ്റ്റിന് വ്യത്യാസമൊന്നുമില്ല. ആദ്യത്തെ ആ ടാങ്കിന്റെ ടേസ്റ്റ് തന്നെയാണ്. എന്തായാലും നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്ലേവർ ആണിത്. വേണ്ടൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മൾ കോഡ് അലിയേറ്റ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടും. ഇനി നമുക്ക് നേരെ വർക്കൗട്ട് പോവാം. ഫസ്റ്റ് ടൈം സ്ട്രെച്ചിങ് ആകുമ്പോൾ ചെയ്തു. പിന്നെ സ്റ്റാർട്ട് ചെയ്ത് പുള്ളപ്പിലാണ്. പുള്ളപ്പ് 2 സെറ്റ് ഫെയിലർ എടുത്തു. അത് കഴിഞ്ഞ് ലാറ്റ്സ് ബോക്സ് ആയിട്ട് സിംഗിൾ ആം ലാറ്റ് പുട്ടാൻ ചെയ്തു. കേബിളാണ് ചെയ്തത്. കട്ട സ്ക്വീസും അതുപോലെ സ്ട്രെച്ചും കൊടുത്ത് ചെയ്തു. അടുത്ത വീണ്ടും ലാറ്റ്സ് ബോക്സ് ആയിട്ടാണ് ന്യൂട്രൽ ഗ്രിപ്പ് ലാറ്റ് പുൾഡൗൺ. ഈ ഒരു എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആണ് ലാറ്റ്സിൽ. കറക്റ്റ് ലാറ്റ്സ് ബോക്സ് ചെയ്യാൻ പറ്റും. നമുക്ക് മിഡ് ബാക്കും ലോവർ ലാറ്റ്സും ബോക്സ് ചെയ്തിട്ട് സിംഗിൾ ആൻഡ് കേബിൾ ബോക്സ് ചെയ്തു. ഈ എക്സസൈസ് നമ്മൾ ഡ്രോപ്പ് സെറ്റ് ചെയ്തിന് ലാസ്റ്റ് സപ്പോർട്ട് ചെയ്യും. പമ്പ് കവർ കഴിക്കാൻ ടൈമായി. നമ്മൾ ഏത് വർക്കൗട്ട് ചെയ്യുമ്പോൾ ആ ഒരു മസിലിന് ഫോക്കസ് ആണ് ചെയ്യാൻ. ഓവറെ വെയിറ്റ് ഇട്ടൊന്നും കാര്യമില്ല. ലാറ്റ്സിലായി പമ്പ് കണ്ടോളി. പിന്നെയാണ് നമ്മൾ മെയിൻ വർക്കൗട്ട്. നമ്മൾ അപ്പർ ബാക്കിന് തിക്നസ് നല്ല രീതിക്ക് ബിൽഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്ത എക്സസൈസ് ആണ്. ഇതിന്റെ കൂടെ നമ്മൾ സൂപ്പർ സെറ്റ് ആയിട്ട് ലോവർ ബാക്ക് ഹൈപ്പർ എക്സ്റ്റൻഷൻ ചെയ്തു. അപ്പൊ ചെസ്റ്റ് സപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ലോവർ ബാക്ക് സ്ട്രെയിൻ വരില്ല. അതേപോലെ കുറച്ച് കൂടുതൽ വെയിറ്റ് ലോഡ് ചെയ്യാൻ കഴിയും. അപ്പൊ എന്തുകൊണ്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ബാക്ക് ഫുൾ ലോഡായി. വർക്കൗട്ട് കഴിഞ്ഞാൽ പോസിംഗ് മസ്റ്റ് ആണ്. ബാക്ക് ബൈസെപ്സും ലാറ്റ്സ് പ്രോട്ട് കുടിച്ച് നോക്കി. പിന്നെ മെൻസ് ഫിസിക്കിന്റെ പോസിംഗ് പ്രാക്ടീസ് ചെയ്ത് നോക്കി. ടോട്ടലി വീക്ക് പോയിന്റ്സ് ഫോക്കസ് ചെയ്തിട്ട് വർക്കൗട്ട് ചെയ്യുന്നത്. വർക്കൗട്ട് കഴിഞ്ഞ് പ്രോട്ടീൻ കുടിച്ച് ഞാൻ ജിമ്മിൽ നിന്ന് നേരെ വീട്ടിൽ പോയി. ഒന്ന് അത്രക്കുള്ളൂ. ഓക്കെ ബൈ.